അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ മൈദപ്പൊടി വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അതിനാദ്യം ഞാൻ കുറച്ച് മൈദപ്പൊടിയൊക്കെ ഒരു പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ടേ 2 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് കട്ടി മുറിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ചെടുത്തതാ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാറിയോ, ക്യാരറ്റും വെള്ളിയുള്ളിയും കുറച്ച് മല്ലിയിലയും കൂടി ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിക്ക് ചേർത്താൻ കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്കിന്ന് മാവൊന്ന് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ നല്ല പോലെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അധികം ലൂസില്ലാതെ തന്നെ വേണം കേട്ടോ. അധികം ലൂസായിപ്പോയാൽ പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടൂല. അങ്ങനെ നമ്മൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ലൂസിലാട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം ടൈറ്റുള്ള നമ്മളെ ദോശമാവിൻ്റെയൊക്കെ ആ ലൂസ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ദോശത്താവൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അത് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ ഓരോ കൈ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി, അധികം അങ്ങനെ ഇതാക്കൊന്നും വേണ്ട. നമ്മളെ ഒരു ഭാഗം നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചിങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ ഇതുപോലെ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ഒരു ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ്. അപ്പോൾ അവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് തരിക, അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും ഒന്ന്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാത്തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറി ഉണ്ടാക്കി ഇങ്ങനെ സമയം കളയുന്നു കൊണ്ട് അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാണ്. നമുക്ക് കറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്.